നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. ഞാൻ പ്രവിത ലക്ഷ്മി. എന്നോടൊപ്പം കേൾവി പരിമിതരെ സഹായിക്കാൻ സോന ജെറിയും ചേരുന്നു. വിശദമായ വാർത്തകളിലേക്ക്. രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അന്വേഷണം നടത്താൻ ലോകായുക്തയ്ക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതി. തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര വിഷയമാണ്. ഇതിൽ അന്വേഷണം നടത്താൻ ലോകായുക്തയ്ക്ക് അധികാരമില്ലെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ്. സുധിഷ ധർമ്മൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സുധിഷ, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അന്വേഷണം നടത്താൻ ലോകായുക്തയ്ക്ക് അധികാരമില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്? ബെനറ്റ് എബ്രഹാമിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടായിരുന്നു ലോകായുക്ത അന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. തിരുവനന്തപുരം മണ്ഡലത്തിലേത് പേയ്മെന്റ് സീറ്റാണെന്നും തെരഞ്ഞെടുപ്പിൽ 1.87 കോടി രൂപയുടെ കോഴ ഇടപാട് നടന്നെന്ന് ചൂണ്ടിക്കാണിച്ച് തിരുവനന്തപുരം സ്വദേശിയായിരുന്നു ലോകായുക്തയിൽ പരാതി നൽകിയത്. ഈ പരാതിയിൽ അന്വേഷണം നടത്താൻ ലോകായുക്ത ഉത്തരവിടുകയും ചെയ്തു. അങ്ങനെ ഈ CPI മുൻ സംസ്ഥാന സെക്രട്ടറി പന്ന്യൻ രവീന്ദ്രൻ, ഒപ്പം ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന C ദിവാകരൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന R രാമേന്ദ്രൻ എന്നിവർക്കെതിരെയായിരുന്നു പരാതി. തുടർന്ന് പന്ന്യൻ രവീന്ദ്രൻ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര വിഷയമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അന്വേഷണം നടത്താൻ ലോകായുക്തയ്ക്ക് അധികാരമില്ല എന്നുള്ളത് തന്നെയാണ് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രവിത. ശരി, സുധിഷ ധർമ്മനാണ് വിവരങ്ങൾ നൽകിയത്. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയുടെ അപ്പീലിൽ സൂറത്ത് കോടതി ഈ മാസം 20-ന് വിധി പറയും. പരാതിക്കാരനെയോ മറ്റേതെങ്കിലും മോദിമാരെയോ ഉദ്ദേശിച്ചല്ല തന്റെ പരാമർശമെന്ന് രാഹുൽ ഗാന്ധി കോടതിയിൽ വ്യക്തമാക്കി. ഏത് മോദിയെയാണ് ഉദ്ദേശിച്ചതെന്ന് ജനങ്ങൾക്കറിയാമെന്നും രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉൾപ്പെടെ വലിയ പങ്ക് വഹിക്കാവുന്ന തരത്തിലുള്ള വിധിയാണ് ഈ അപ്പീലിൽ സൂറത്ത് കോടതി ഈ മാസം 20-ന് വിധി പറയാനിരിക്കുന്നത്. ഈ പരാതിക്കാരനെയോ മറ്റേതെങ്കിലും മോദിയെയോ ഉദ്ദേശിച്ചല്ല തന്റെ പരാമർശമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നുണ്ടല്ലോ. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നത്? തീർച്ചയായിട്ടും പ്രവിധ സൂചിപ്പിച്ചതുപോലെ രാഹുൽ ഗാന്ധി ഇന്ന് കോടതിയിൽ വ്യക്തമാക്കാൻ ശ്രമിച്ചത് തന്റെ പരാമർശത്തിന്റെ ഉദ്ദേശശുദ്ധി അത് കോടതി മാനിച്ചില്ല എന്നുള്ളതാണ്. വിചാരണ കോടതി തന്റെ പക്കൽ നിന്ന് ഉചിതമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചുകൊണ്ടല്ല ശിക്ഷാവിധിയിലേക്ക് എത്തിയത്. മോദി എന്ന പരാമർശം കൊണ്ട് താൻ ഉദ്ദേശിച്ചത് ആരെയാണ് എന്ന് രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം ഒറ്റ നിലപാടിലൂടെ വ്യക്തമായി അറിയാവുന്നതാണ്. ഈ പരാതിക്കാരനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോദിമാരെയോ ലക്ഷ്യമിട്ടുകൊണ്ടല്ല താൻ പരാമർശം നടത്തിയത്. മോദി എന്ന പേരുകൊണ്ട് അറിയപ്പെടുന്ന ഒരാൾ ആ പേരുമായി ബന്ധപ്പെട്ട് ഒരു പരാമർശം നടത്തുമ്പോൾ അയാൾക്ക് എതിരെയുള്ള പരാമർശമാണ് അത് എന്ന് ബോധ്യപ്പെടേണ്ടത് ഉള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. പരാതിക്കാരനും ആ വിധത്തിൽ അതിനെ പരിഗണിക്കണമായിരുന്നു. അതിലുപരി കർണാടകയിൽ നിന്ന് ലഭിച്ച ഒരു വാട്സപ്പ് സന്ദേശം അതിനെ കോടതിയുടെ മുന്നിൽ ഹാജരാക്കി തനിക്കെതിരായിട്ടുള്ള അപകീർത്തി ഇതുമൂലം ഉണ്ടായി എന്നാണ് അദ്ദേഹം വാദിച്ചത്. ഒരു വിധത്തിലും ഈ പരാതിക്കാരനെയോ മറ്റേതെങ്കിലും മോദിയെയോ ഉദ്ദേശിച്ചുകൊണ്ടല്ല താൻ പരാമർശം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പരാമർശത്തിന്റെ പേരിൽ ഒരു മാപ്പ് പറയേണ്ട സാഹചര്യവും ഇല്ല. വിചാരണ കോടതി വസ്തുതകളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളും അടക്കം പരിശോധിക്കാതെയാണ് ശിക്ഷ വിധിച്ചത്. തനിക്ക് വലിയ നഷ്ടം ഇതുകൊണ്ട് ഉണ്ടായി, ഈ ശിക്ഷാവിധി കൊണ്ട് ഉണ്ടായി, ജനപ്രതിനിധി സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ടു തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. എതിർഭാഗവും രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് കോടതിയിൽ നിലപാട് അവതരിപ്പിച്ചു. അവർ ഈ ഉത്തരവ് സസ്പെൻഡ് ചെയ്യുന്നതിനെ അടക്കം എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. രാഹുൽ ഗാന്ധിക്ക് ജനപ്രതിനിധി ആയിരിക്കുക എന്നുള്ളത് ഭരണഘടന നൽകുന്ന ഒരു അവകാശമല്ല. ഭരണഘടനയെക്കാളും നിയമത്തെക്കാളും ഉപരി താൻ വലിയ ആളാണ് എന്ന് പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനയാണ് ഈ പരാമർശം വിവാദമായതിനു ശേഷവും രാഹുൽ ഗാന്ധി നടത്തിയത്. അതുകൊണ്ട് നിയമത്തിന്റെ കണ്ണിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു ആനുകൂല്യം ഈ ഘട്ടത്തിൽ അർഹിക്കുന്നയാളല്ല രാഹുൽ ഗാന്ധി എന്നുള്ളതായിരുന്നു എതിർഭാഗത്തിന്റെ വാദം. രണ്ട് വിഭാഗങ്ങളുടെയും വാദം മണിക്കൂറുകൾ നീണ്ട വാദം കോടതി കേട്ടു. അതിനുശേഷമാണ് 20-ാം തീയതിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷയിൽ മറുപടി പറയാം എന്ന നിലപാട് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. പ്രവിധ. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. PSC പരീക്ഷാ തട്ടിപ്പ് കേസിലെ കുറ്റപത്രത്തിൽ വീഴ്ച. കോടതി കുറ്റപത്രം മടക്കി. തൊണ്ടിമുതലുമായി ബന്ധപ്പെട്ട രേഖകൾ വ്യക്തമല്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് തിരുവനന്തപുരം CJM കോടതിയുടെ നടപടി. വിശദാംശങ്ങളുമായി ആദിൽ പാലോട് ചേരുന്നുണ്ട്. ആദിൽ, ഈ യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാർത്ഥികളായ ശിവരഞ്ജിത്ത്, നസീഫ്, പ്രണവ് എന്നിവർ പ്രതികളായ കേസിലാണല്ലോ കുറ്റപത്രം ഇപ്പോൾ കോടതി മടക്കിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്?
രേഖകളിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കുറ്റപത്രം മടക്കിയിരിക്കുന്നത്. വലിയ വിവാദമായ പ്രമാദമായ കേസാണ്. തൊണ്ടി മുതൽ സംബന്ധിച്ച രേഖകളിലും തീയതികളിലും പിശകുണ്ടെന്നും കോടതി പറയുന്നുണ്ട്. രേഖകളിൽ കൂടുതൽ വ്യക്തത വേണമെന്ന് കോടതി നേരത്തെയും നിർദ്ദേശിച്ചിരുന്നതാണ്. അടുത്തയാഴ്ച പുതുക്കിയ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് ക്രൈംബ്രാഞ്ച് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ഈ കേസിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ 2019 സിവിൽ പോലീസ് ഓഫീസർ തസ്തികയിലേക്ക് PSC നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി എന്നതാണ് കേസ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കളായ R ശിവരഞ്ജിത്ത്, നസീം, പ്രണവ് പരീക്ഷാ സമയത്ത് ഇവർ ഫോണിലൂടെ സന്ദേശങ്ങൾ നൽകി ചോദ്യപേപ്പർ ചോർത്തി എന്നതാണ് കേസ്. ഈ കേസിലാണ് ഇപ്പോൾ കുറ്റപത്രം കോടതി മടക്കിയിരിക്കുന്നത്. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം വളാഞ്ചേരി കാവുംപുറത്ത് 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. 3 കാറുകളും 2 ബൈക്കുകളുമാണ് കൂട്ടിയിടിച്ചത്. തലനാരിഴയ്ക്കാണ് വാഹനത്തിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ഷഹദ്, ഈ അപകടമുണ്ടായത് എങ്ങനെയാണ്? പ്രവിത, ഇന്നുച്ചയ്ക്ക് 3:30 ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ കാറിലുള്ള ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതായത് പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ 3 കാറുകളും 2 ബൈക്കുമാണ് കൂട്ടിയിടിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ആ CCTV ദൃശ്യം കണ്ടാൽ തന്നെ വളരെ വലിയ ഒരു ഭീതി ജനിപ്പിക്കുന്ന ദൃശ്യമാണ് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഈ ബൈക്കിലുള്ള 2 പേർ ഭയങ്കര ഭാഗ്യമുള്ളവരാണെന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ. കാരണം നിസ്സാര പരിക്കുകളോട് കൂടിയിട്ടാണ് അവർ രക്ഷപ്പെട്ടിട്ടുള്ളത്. തലനാരിഴയ്ക്കാണ് അവർ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ കോഴിക്കോട് നിന്നും കോട്ടയത്തേക്ക് പോകുന്ന കാറാണ്. ഇത്തരത്തിൽ കാറിലുണ്ടായിരുന്ന ഡ്രൈവറാണ് ഇത്തരത്തിൽ ഉറങ്ങിപ്പോവുകയും പിന്നീട് എതിരെ വന്ന ബൈക്കിനും ഒരു ചുവപ്പ് കാറിലും ഇടിക്കുന്നത്. ഇതിനിടയിലാണ് 2 ബൈക്കിലുള്ള ആളുകൾ തെറിച്ച് വീഴുകയും എന്നാൽ കാര്യമായി പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഈ കാറിലുള്ള ആളുകൾക്കും കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും തന്നെ നിലവിലില്ല എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചെറിയ നിസ്സാര പരിക്കുകളോടുകൂടി ഈ കാറിലുണ്ടായിരുന്നവരും ബൈക്കിലുണ്ടായിരുന്ന ആളുകളും രക്ഷപ്പെട്ടു. പ്രവിത, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്ത് വ്യാപകമായി ക്രൈസ്തവ സമുദായങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെന്ന ആരോപണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. ഏതെങ്കിലും വിഭാഗത്തിനെതിരെ ആക്രമണം ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന തർക്കം പോലും ക്രൈസ്തവ വേട്ടയാടലായി ചിത്രീകരിക്കുവാനുള്ള ശ്രമം അപലപനീയമാണെന്നും സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെ രാജ്യത്ത് വ്യാപകമായ ആക്രമണം നടക്കുകയാണെന്ന വാദം തെറ്റാണെന്ന് വ്യക്തമാക്കുന്നതാണ് കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം. രാജ്യത്ത് ഒരു സംസ്ഥാനത്തും മതത്തിന്റെ പേരിൽ ഒരു വിഭാഗവും അരക്ഷിതരാകേണ്ട സാഹചര്യമില്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന ആരാധനാ സ്വാതന്ത്ര്യം തടയാൻ ആർക്കും സാധിക്കില്ല. ഏതെങ്കിലും ഭാഗത്തു നിന്ന് അതിന് ശ്രമമുണ്ടായാൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനും എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തുല്യ പരിരക്ഷ ഉറപ്പാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ സംബന്ധിച്ച കണക്കുകൾ പെരുപ്പിച്ചു കാണിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇന്ത്യയിൽ ക്രൈസ്തവ സമൂഹത്തിനും അവരുടെ സ്ഥാപനങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ തടയാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗളൂരു ആർച്ച് ബിഷപ്പ് ഡോക്ടർ പീറ്റർ മച്ചാഡോ ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജിയിലാണ് കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം. വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന തർക്കം പോലും ക്രൈസ്തവ വേട്ടയാടലായി ചിത്രീകരിക്കുന്നു എന്ന് സത്യവാങ്മൂലം കുറ്റപ്പെടുത്തുന്നു. കുറ്റക്കാർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന ഹർജിക്കാരുടെ വാദം അസംബന്ധമാണെന്നും കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. സ്വകാര്യ ബസ്സുകളുടെ അനധികൃത യാത്ര നിയന്ത്രിക്കാൻ നിരക്കിളവുമായി KSRTC. ടേക്ക് ഓവർ സർവീസുകൾക്ക് 30% നിരക്കിളവ് പ്രഖ്യാപിച്ചു. 140 കിലോമീറ്ററിന് മുകളിൽ പുതിയതായി ആരംഭിച്ച ടേക്ക് ഓവർ ബസ്സുകളിലാണ് ഇളവ്. MG പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഏത് തരത്തിലായിരിക്കും ഇളവുകൾ? പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ KSRTC സർവീസ് നടത്തുന്ന ദീർഘദൂര സർവീസുകൾക്കൊപ്പം സ്വകാര്യ ബസ്സുകൾ അനധികൃതമായി സർവീസുകൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള സർവീസുകൾ KSRTCക്ക് ഭീമമായ നഷ്ടമാണ് വരുത്തുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദീർഘദൂര സർവീസുകൾ, അതായത് പ്രത്യേക ടേക്ക് ഓവർ സർവീസുകൾക്ക് നിരക്കിളവ് ഇപ്പോൾ KSRTC പ്രഖ്യാപിച്ചിരിക്കുന്നത്. 140 കിലോമീറ്ററിന് മുകളിലായി പുതുതായി ആരംഭിച്ച ടേക്ക് ഓവർ സർവീസുകൾക്കാണ് ഇപ്പോൾ നിരക്കിളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലുള്ളതിന്റെ 30% നിരക്കിളവ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ കൂടുതൽ ആളുകളെ KSRTCയിലേക്ക് ആകർഷിക്കുന്നതിനും ഒപ്പം ഈ സ്വകാര്യ ബസ്സുകളുടെ അനധികൃത സർവീസുകൾ അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലൊരു നിരക്കിളവ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് KSRTC നൽകുന്ന വിശദീകരണം. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട കോടതികൾ ഉൾപ്പെടെ കേസുകൾ നിലനിന്നതാണ്. KSRTC അനുകൂല
വിധി നേടിയെടുത്തതുമാണ്. കാരണം ഇത്തരത്തിൽ KSRTC സർവീസ് നടത്തുന്ന ദീർഘദൂര സർവീസുകളിൽ സ്വകാര്യ ബസ്സുകൾ നിയമങ്ങൾ ലംഘിച്ച് സർവീസ് നടത്തുന്നു എന്നടക്കമുള്ള പരാതികൾ കോടതിക്ക് മുമ്പിൽ ഉൾപ്പെടെ എത്തിയതായിരുന്നു. അന്ന് KSRTCക്ക് അനുകൂലമായ വിധി ഉണ്ടായിരുന്നുവെങ്കിലും ഇത്തരത്തിൽ അനധികൃത സർവീസുകൾ വീണ്ടും സ്വകാര്യ ബസ്സുകൾ നടത്തുന്നുണ്ടായിരുന്നു. ഇതിന് തടയിടാൻ കൂടിയാണ് ഇപ്പോൾ നിരക്കിളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും 30% നിരക്കിളവാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 240 മുകളിലാണ് ടേക്ക് ഓവർ ബസ്സുകൾ KSRTCയിൽ സർവീസ് നടത്തുന്നത്. ഈ ബസ്സുകളിലായിരിക്കും ഈ നിരക്കിളവ് പ്രാബല്യത്തിൽ വരിക. പ്രവിധ. ശരി, MJ പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ MDMAയുമായി 3 നിയമ വിദ്യാർത്ഥികൾ പിടിയിൽ. പട്ടാമ്പി സ്വദേശികളായ ശ്രീഹരി, സൂഫിയാൻ, അജ്മൽ ഷാ എന്നിവരാണ് പിടിയിലായത്. 20 ഗ്രാം MDMAയാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. സുധിഷ ധർമ്മൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. സുധിഷ, വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം കുറയ്ക്കാൻ പലതരത്തിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നതിനിടയിലാണ് സങ്കടകരമായി വീണ്ടും വിദ്യാർത്ഥികൾ തന്നെ ഇത്തരത്തിൽ ലഹരിയുമായി പിടിയിലാകുന്നത്. ഈ പിടിയിലായവരെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെ? പ്രവിധ, പാലക്കാട് പട്ടാമ്പി സ്വദേശികളായ 3 വിദ്യാർത്ഥികളാണ് കൊച്ചിയിൽ പിടിയിലായത്. ഇവർ പാലക്കാട് തന്നെ നിയമ വിദ്യാർത്ഥികളാണ്. ഇവർ ഇന്റേൺഷിപ്പിന് എന്ന വ്യാജേനയാണ് കൊച്ചിയിൽ എത്തിയത്. അതിനുശേഷം ഇവർ സ്വകാര്യ ലോഡ്ജിൽ റൂം എടുക്കുകയായിരുന്നു. ഇവിടെ വെച്ചാണ് പോലീസ് ഇപ്പോൾ ഇവരെ 20 ഗ്രാം MDMAയുമായി കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പ്രധാനമായും ലോഡ്ജുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പോലീസിന്റെ മയക്കുമരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ വ്യാപകമായി നടക്കുന്ന സമയമാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സംശയം തോന്നി ഈ വിദ്യാർത്ഥികളുടെ മുറി അടക്കം പരിശോധിച്ചത്. ആ ഘട്ടത്തിലാണ് ഇവരിൽ നിന്ന് MDMA ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ വിദ്യാർത്ഥികളെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് ഈ മാരക മയക്കുമരുന്ന് ലഭിച്ചത് എന്നുള്ളതാണ് നിലവിൽ വിദ്യാർത്ഥികൾ നൽകിയിരിക്കുന്ന മൊഴി. എവിടെ നിന്നാണ് ഇവർക്ക് ലഭിച്ചത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരിക. പ്രവിധ. ശരി, സുധിഷ ധർമ്മനാണ് വിവരങ്ങൾ നൽകിയത്. ഇസ്ലാം മത വിശ്വാസികളുടെ വീടുകൾ സന്ദർശിക്കുമെന്ന BJP നേതാക്കളുടെ പരാമർശത്തിൽ പ്രതികരണവുമായി മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ. ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കളെ തിരിച്ചറിയാൻ പ്രയാസമില്ല. ഏത് സന്ദർശനവും എന്തിനു വേണ്ടിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുമെന്നും MK മുനീർ പറഞ്ഞു. അപ്പം നാടകം ഏതാണ്, യാഥാർത്ഥ്യം ഏതാണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയും. ശരിക്കും ഒരു നാടക നടനായിട്ട് മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ഏത് സന്ദർശനവും ആളുകൾക്ക് ബോധ്യമാകും എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്. ഈ ആട്ടിൻ്റെ തോലണിഞ്ഞ ചെന്നായകളെ തിരിച്ചറിയാൻ വലിയ പ്രയാസമൊന്നുമില്ല. തൃശൂർ ചൊവ്വന്നൂരിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സീലിംഗ് അടർന്നു വീണ വനിതാ ഡോക്ടർക്കും 3ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കും പരുക്കേറ്റു. ചെമ്മന്തിട്ടയിൽ പ്രവർത്തിക്കുന്ന ചൊവ്വന്നൂർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് സംഭവം. 6 മാസം മുൻപാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. കുട്ടികളടക്കം നിരവധി രോഗികൾ ഉള്ളപ്പോഴായിരുന്നു വൻ ശബ്ദത്തോടുകൂടി സീലിംഗ് അടർന്നു വീണത്. അപകടത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർക്ക് തലയ്ക്കും 3ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് കാലിനും പരിക്കേറ്റു. OP നടക്കുന്ന സമയമായതിനാൽ ആരോഗ്യ കേന്ദ്രത്തിൽ രോഗികളുടെ തിരക്കുണ്ടായിരുന്നു. വൻ ശബ്ദം കേട്ട് രോഗികളിൽ പലരും പുറത്തേക്ക് ഇറങ്ങിയോടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. നിർമ്മാണത്തിലെ അപാകതയാണ് സീലിംഗ് തകർന്നു വീഴാൻ കാരണമെന്നാണ് ആരോപണം. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ 2 നിലകളിലെ സീലിംഗും തകർന്നു വീണിട്ടുണ്ട്. ചിലയിടങ്ങളിലെ പാർട്ടീഷൻ വാളുകളും തകർന്നു. സീലിംഗ് തകർന്നു വീണതിനെ തുടർന്ന് ആരോഗ്യ കേന്ദ്രത്തിന്റെ പുറകുവശത്തേക്ക് OP ചികിത്സ താൽക്കാലികമായി മാറ്റി. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ ഡോക്ടറുടെയും വിദ്യാർത്ഥിനിയുടെയും പരിക്ക് ഗുരുതരമല്ല. 24 പാലക്കാട്. SFIയെ പരോക്ഷമായി വിമർശിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസ്. യൂണിയൻ ഭാരവാഹികളായാൽ എന്തോ ആയെന്നുള്ള തോന്നൽ ആർക്കും ഉണ്ടാകരുത്. സ്ഥാനങ്ങൾ ഒന്നും സ്ഥായിയല്ല എന്ന ബോധ്യം ഉണ്ടാകണമെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ യൂണിയൻ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃത്യമായി SFI ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം പറയാൻ തയ്യാറാണ്. രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി തിരിച്ചു പറയാൻ പലപ്പോഴും മറ്റുള്ളവർ തയ്യാറായിരുന്നു വരും. അത് അവരുടെ നിലവാര തകർച്ചയാണ്. അത് അവരുടെ മനസ്സിന്റെ വലിപ്പമാണ്. അത് അവരുടെ പരാജയം. വളരും തോറും നമ്മളിൽ പിടിപെടാൻ സാധ്യതയുള്ള തെറ്റായ പ്രവണതകൾ ഇല്ലാതാകണം. യൂണിയൻ ഭാരവാഹികളായി കഴിഞ്ഞാൽ നമ്മളെന്തോ ആണ് എന്ന് സ്വയം തോന്നരുത്. താൻ പ്രമാണിത്വം ഉണ്ടാകരുത്. അഹന്ത വർദ്ധിക്കരുത്. അഹങ്കാരം ഉണ്ടാകരുത്. SFI ഉയർത്തുന്ന ശരിയായ മുദ്രാവാക്യം വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് എന്ന ധാരണ വേണം. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം. 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും.
കേരളം ചുട്ടുപൊള്ളുന്നു. തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും തണ്ണീർപന്തലുകൾ നിലനിർത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് 24-നോട് പറഞ്ഞു. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും താപനില ഉയർന്നു തന്നെ തുടരാനാണ് സാധ്യത. ഇന്നും നാളെയും തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിലെ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള വർധനവിനാണ് സാധ്യത. കോട്ടയം, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പാലക്കാട്, തൃശൂർ, കണ്ണൂർ ജില്ലകൾ ചുട്ടുപൊള്ളുന്നു. തൃശൂരിലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ വെള്ളാനിക്കരയിലും പീച്ചിയിലും ഇന്ന് 42 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട് രേഖപ്പെടുത്തി. പാലക്കാട് ജില്ലയിലെ വിവിധ മേഖലകളിലെ 11 ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ ഇന്ന് 40 മുതൽ 42 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് രേഖപ്പെടുത്തി. അയ്യങ്കുന്ന്, കണ്ണൂർ, AP, നിലമ്പൂർ എന്നിവിടങ്ങളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് AWSൽ രേഖപ്പെടുത്തിയ ചൂട്. പൊതുജനങ്ങൾ ഉരുകി ഒലിക്കുകയാണ്. ഭയങ്കര തളർന്നു പോവാണ്. നല്ല ചൂടാ, ഭയങ്കര ഓവർ ചൂടുണ്ട്. ഇതാ മുഖം കണ്ടില്ലേ, മക്കളും കുട്ടികൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സൂര്യാഘാത സാധ്യത നിലനിൽക്കുന്നതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യ വകുപ്പും പുറപ്പെടുവിച്ചിട്ടുള്ള ജാഗ്രതാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് 24-നോട് പറഞ്ഞു. തണ്ണീർപന്തലുകൾ നിലനിർത്തണം. ഒരു 11 മണി മുതൽ ഒരു 3 മണി വരെയുള്ള സമയത്ത് വെയിൽ നേരിട്ട് നമ്മളുടെ ശരീരത്തിൽ ഏൽക്കുന്നതും അതിൽ നിന്നുണ്ടാകുന്ന ചൂട് അനുഭവിക്കുന്നതും ഒട്ടും നന്നാവില്ല. കേരളത്തിൽ ഇതുവരെ വരൾച്ചയില്ലെന്നും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ദുരന്ത നിവാരണ വകുപ്പും തദ്ദേശ വകുപ്പും വളരെ നേരത്തെ കൈക്കൊണ്ടിട്ടുണ്ടെന്നും ശേഖർ കുര്യാക്കോസ് പറഞ്ഞു. തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നുണ്ട്. പക്ഷെ വരും ദിവസങ്ങളിലും കേരളത്തിൽ പൊതുവെ കടുത്ത ചൂടുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. രേഖപ്പെടുത്തുന്നതിനേക്കാൾ ചൂടായിരിക്കും അനുഭവേദ്യമാകുക. സ്വയം പ്രതിരോധം തീർക്കുക, ഒപ്പം വളർത്തുമൃഗങ്ങളെയും കടുത്ത ചൂടിൽ നിന്ന് രക്ഷിക്കുക. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലൈഫ് മിഷൻ കോഴക്കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിന് ജാമ്യമില്ല. ED രജിസ്റ്റർ ചെയ്ത കേസിൽ ശിവശങ്കറിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതിയും തള്ളി. EDയുടെ വാദങ്ങൾ അംഗീകരിച്ചാണ് കോടതിയുടെ നടപടി. ലൈഫ് മിഷൻ കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ED രജിസ്റ്റർ ചെയ്ത കേസിലാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയത്. ലൈഫ് മിഷൻ അഴിമതിയിലെ മുഖ്യ ആസൂത്രകൻ M. ശിവശങ്കറാണ്. ഇത് സാധൂകരിക്കുന്ന ശക്തമായ തെളിവുകളുണ്ട്. സ്വപ്നയുടേതുൾപ്പെടെ വാട്സപ്പ് ചാറ്റുകളും സന്തോഷ് ഈപ്പന്റെ അടക്കമുള്ള ബാങ്ക് ഇടപാട് രേഖകളും ശിവശങ്കറിന്റെ പങ്ക് വ്യക്തമാക്കുന്നതാണ്. വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം, കള്ളപ്പണം തടയൽ നിയമപ്രകാരവും എടുത്ത കേസിൽ ED സ്വതന്ത്രമായാണ് അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മറ്റു കേസുകളിൽ ജാമ്യം ലഭിച്ചത് ED കേസിൽ പരിഗണിക്കാനാകില്ലെന്നുമായിരുന്നു ജാമ്യാപേക്ഷ എതിർത്തുള്ള EDയുടെ വാദങ്ങൾ. ജാമ്യം നൽകിയാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും ED കോടതിയെ അറിയിച്ചു. തന്നെ നേരിട്ട് കേസുമായി ബന്ധിപ്പിക്കുന്ന യാതൊരു തെളിവുകളും ഇല്ലെന്നും ED തന്നെ വേട്ടയാടുകയാണെന്നുമായിരുന്നു ശിവശങ്കറിന്റെ വാദം. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതി നേരത്തെ വിളിച്ചു വരുത്തിയിരുന്നു. ഒപ്പം ED മുദ്രവെച്ച കവറിൽ സമർപ്പിച്ച കേസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് M. ശിവശങ്കറിന്റെ ജാമ്യ ഹർജി തള്ളിയത്. കീഴ്ക്കോടതി ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നായിരുന്നു ശിവശങ്കർ ഹൈക്കോടതിയെ സമീപിച്ചത്. 3 ദിവസത്തെ ചോദ്യം ചെയ്യലിനു ശേഷം കഴിഞ്ഞ ഫെബ്രുവരി 14-നാണ് M. ശിവശങ്കറിനെ ED അറസ്റ്റ് ചെയ്തത്. 24 കൊച്ചി. ഇടുക്കി തൊടുപുഴ കരിങ്കുന്നത്ത് വൃദ്ധമാതാവിനെ പൂട്ടിയിട്ട് ഭിന്നശേഷിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച 45-കാരൻ പിടിയിൽ. കരിങ്കുന്നം സ്വദേശി മനുവിനെയാണ് അറസ്റ്റ് ചെയ്തത്. വീടിന്റെ അറ്റകുറ്റപ്പണിക്കെത്തിയപ്പോഴായിരുന്നു പ്രതി യുവതിയെ പീഡിപ്പിച്ചത്. ഏപ്രിൽ 4-നാണ് കേസിനാസ്പദമായ സംഭവം. വീടിന്റെ അറ്റകുറ്റപ്പണിക്കെത്തിയ മനു 45-കാരിയായ ഭിന്നശേഷിക്കാരി യുവതിയെ കടന്നുപിടിക്കുകയായിരുന്നു. 76 വയസ്സുള്ള മാതാവ് ഇത് തടയാൻ ശ്രമിച്ചു. ഇതോടെ വീടിന്റെ ഒരു മുറിയിൽ അമ്മയെ പൂട്ടിയിട്ട് പീഡനം തുടർന്നുവെന്നാണ് പരാതി. അയൽവീടുകളില്ലാത്തതിനാൽ നിലവിളിച്ചിട്ടും കാര്യമുണ്ടായില്ല. പീഡനം നടന്ന ശേഷം യുവതിയെ ആശുപത്രിയിൽ എത്തിച്ചതും വൃദ്ധമാതാവാണ്. തുടർന്ന് തൊടുപുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. വൈദ്യപരിശോധനകൾ, മജിസ്ട്രേറ്റിന്റെ മുന്നിൽ അമ്മയും മകളും നൽകിയ മൊഴി എന്നിവയ്ക്ക് ശേഷം വിശദമായി അന്വേഷിച്ചാണ് മനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതി ഒരാളാണുള്ളത്. ഈ വർക്ക് ചെയ്യുന്നതിന് അയാളുടെ കൂടെ 1-2 ആൾക്കാർ ഉണ്ടായിരുന്നു. അത് എല്ലാ ദിവസവും ഒന്നുമില്ലായിരുന്നു. നമ്മൾ ഈ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിൽ പല ദിവസങ്ങളിലായിട്ട് ഇയാൾ ഇത്തരത്തിൽ ഉള്ള ഈ കുറ്റം ചെയ്തതായിട്ടാണ് വ്യക്തമായിട്ടുള്ളത്. പോലീസ് അന്വേഷണത്തിൽ മാർച്ച് 29 മുതൽ പ്രതി യുവതിയെ പീഡിപ്പിച്ചിരുന്നതായി കണ്ടെത്തി. കേസിൽ മറ്റാരുമില്ലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ബലാത്സംഗം, ഭവനഭേദനം, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 ഇടുക്കി.
റൗണ്ട് പൂർണ്ണമാകുന്നു.